ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫോംഡ് സെർച്ച് അൽഗോരിതം. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലൈൻഡ് സെർച്ച് അൽഗോരിതത്തിനകത്ത് നമുക്ക് നോളേജായിട്ട് വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറയുന്നില്ല. അപ്പം ഇവിടെ ഈ ഒരു ഇൻഫോംഡ് സെർച്ച് അൽഗോരിതത്തിനകത്ത് നമുക്ക് ഓരോ ഫങ്ഷനുണ്ട്, ഒരു എക്സിക്യൂഷൻ ഫങ്ഷനുണ്ട് FN എന്ന് പറഞ്ഞിട്ട്. അത് ഡിറ്റർമൈൻ ചെയ്താണ് നമ്മൾ അവരെ സെർച്ച് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ചിലപ്പം ഗോളിൽ നിന്നും എന്തുമാത്രം ദൂരെ, പാത്ത് കോസ്റ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ഇൻഫോംഡ് സെർച്ച് അൽഗോരിതത്തിനകത്ത് വരുന്ന ഒരു ടേമാണ് ഹ്യൂറിസ്റ്റിക്സ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഹ്യൂറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻ. ഹ്യൂറിസ്റ്റിക് ഫങ്ഷനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് HN ആണ്. സോ യൂഷ്വലി അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറൻറ്റ് സ്റ്റേറ്റ്, ഏജൻറ്റിൻ്റെ കറൻറ്റ് സ്റ്റേറ്റ് വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു ഏജൻറ്റ് ഗോളുമായിട്ട് എത്ര ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ അവരെത്ര ക്ലോസ് ആണ് ബിറ്റ്വീൻ ദി ഏജൻറ്റ് ആൻഡ് ദ ഗോൾ എന്നുള്ളതാണ് ഈ ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻ HN ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻ ഇങ്ങനെ എടുക്കാവോ എന്നില്ല, നമുക്ക് ഏത് രീതിക്ക് വേണം ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് പിന്നെ താഴോട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻ്റെ അഡ്മിസിബിലിറ്റിയും എനിക്കൊന്ന് കൺസിസ്റ്റൻസിയും ഉണ്ട്. അഡ്മിസിബിലിറ്റി എന്ന് പറയുന്നത് HN ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു H*n. അതായത് നമ്മളുടെ ഹ്യൂറിസ്റ്റിക് കോസ്റ്റ്, ഇതാണ് ഹ്യൂറിസ്റ്റിക് കോസ്റ്റ്, ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഒരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് എടുത്തില്ലേ, ബഡ്ജറ്റ് ഇടുന്നതിനേക്കാളും കുറവായിരിക്കണം നമ്മൾ ചിലവാക്കുന്ന എമൗണ്ട്. അതാണ് അഡ്മിസിബിലിറ്റി ഓഫ് ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻ പറയുമ്പോഴത്തേനും പ്യുവർ ഹ്യൂറിസ്റ്റിക് സെർച്ച് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. അതായത് 2 ലിസ്റ്റ് കാണും, ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ. എനിക്ക് ഒരു എലമെൻറ്റിനെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ കിട്ടുമ്പോഴത്തേനും എനിക്ക് അവർ ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ്ഡ് ലിസ്റ്റിലോട്ട് ഇടാനായിട്ട് സാധിക്കും. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സ്പാൻഡഡ് ആയിട്ടുള്ള നോഡുകളെയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇനി എക്സ്പാൻഡ് ആവാൻ നിപ്പുള്ളത്. ഇപ്പോൾ ഓപ്പൺ ലിസ്റ്റിൽ എനിക്കൊരു 3 നോഡുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഏറ്റവും ലോവസ്റ്റ് HN ഉള്ളതിനെ ആയിരിക്കും ഞാൻ ക്ലോസ്ഡ് ലിസ്റ്റിലോട്ട് തട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ നമ്മളുടെ ഇനിയുള്ള ആൽഗോരിതംസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഫോംഡ് സെർച്ചിൽ 2 മെയിൻ ആൽഗോരിതംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം അല്ലെങ്കിൽ ഗ്രീഡി സെർച്ച് എന്ന് നമ്മൾ പറയും. ഇവിടെ ഗ്രീഡി സെർച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാം ഒരു വേഗത്തിൽ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ആദ്യം ഏത് പാത്താണ് നല്ലതെന്ന് തോന്നുന്നത് അത് സെലക്ട് ചെയ്യുന്നതിനെയാണ് ഗ്രീഡി സെർച്ച് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ നോഡ് എക്സ്പാൻഡ് ചെയ്ത് പോകും നമ്മളുടെ ഫങ്ഷൻ വെച്ചിട്ട്. ആൻഡ് അതെങ്ങനെയാണ് ഗോൾ നോഡിലോട്ട് എത്തുന്നത് എന്നുള്ളതാണ് നമ്മുടെ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമ്മൾ അൺഇൻഫോംഡിനകത്ത് നമ്മൾ നോക്കിയപ്പോഴത്തേനും ഒരു ഡേറ്റ സ്ട്രക്ചർ വെച്ച് റിലേറ്റ് ചെയ്തായിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ഫങ്ഷൻ വെച്ചിട്ടാണ് FN. ഇവിടെ FN ഇസ് ഈക്വൽ ടു G(n) അല്ലെങ്കിൽ HN, ഏത് വാല്യൂ ആണ് കൊടുത്തേക്കുന്നത് അതാണ്. ഇതിൻ്റെ അൽഗോരിതം ഞാൻ വളരെ പെട്ടെന്ന് പറയാം, നമുക്കൊരു എക്സാമ്പിൾ കാണുമ്പോഴത്തേനും കുറച്ചുകൂടി വൃത്തിക്ക് അത് മനസ്സിലാവും. ആദ്യമേ നമ്മൾക്ക് ഒരു നോഡ് കാണും അല്ലേ, മേളിലൊരു സ്റ്റാർട്ടിംഗ് നോഡ് കാണും. അവർ ഓപ്പൺ ലിസ്റ്റിലോട്ട് നമ്മൾ ഇടണം. ഈ ഓപ്പൺ ലിസ്റ്റ് എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഫെയിൽ എന്നാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഈ ഓപ്പൺ ലിസ്റ്റ് കിടക്കുന്ന സാധനത്തിന് അതിന് ഈ ഓപ്പൺ ലിസ്റ്റിലുള്ള കുറച്ച് സെറ്റ് ഓഫ് നോഡുകൾ കാണുമല്ലോ. ഇതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് HN ഉള്ളതിന് ഞാൻ ക്ലോസ്ഡ് ലിസ്റ്റിലോട്ടിടും. എന്നിട്ട് അതിൻ്റെ സക്സസേഴ്സിനെ, അതിൻ്റെ താഴെ കിടക്കുന്ന ചിൽഡ്രനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും അത് ഗോൾ നോഡാണോ അല്ലയോ എന്നുള്ളത്. ആണെന്നുണ്ടെങ്കിൽ നമ്മളത് അവിടെ നിർത്തും, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോ നോഡിൻ്റെയും സക്സസേഴ്സിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും until and unless we get a goal node. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് അൽഗോരിതം എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പം എനിക്കിവിടെ ഒരു ഓപ്പൺ ലിസ്റ്റ് ഉണ്ട്, എനിക്കിവിടെ ഒരു ക്ലോസ്ഡ് ലിസ്റ്റ് ഉണ്ട്. ആദ്യമേ എനിക്ക് കിട്ടുന്നത് ആരാണ്? എൻ്റെ ആണല്ലേ. എന്ന് പറയുന്നതാണ് എൻ്റെ ഫസ്റ്റ് നോഡ്. അപ്പം എസ്സിൻ്റെ എനിക്കിവിടെ കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല, ഇന്ന വാല്യൂ കൂടുതൽ ഇന്ന വാല്യൂ കുറവെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, ആദ്യമേ തന്നെ ഞാൻ എൻ്റെ എസ്സിനെ ഓപ്പൺ ചെയ്തു. ഇപ്പം എസ്സിനെ ഞാൻ ക്ലോസ്ഡ് ലിസ്റ്റിലോട്ട്
ആഡീവ് ആണ്. എസ്സിനെ ക്ലോസ്ഡ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേന് എന്താണ് നമ്മൾ പറഞ്ഞത്? എസ്സിൻ്റെ സക്സസസ് അല്ലെങ്കിൽ അതിൻ്റെ സിബ്ലിങ്സിനെ നമുക്ക് ഓപ്പൺ ലിസ്റ്റിലോട്ടും ആഡ് ചെയ്യാം. ദാറ്റ് ഇസ് ദ സ്റ്റെപ്പ് 1. ഓക്കെ, സ്റ്റെപ്പ് 1 ആണ് ഇത്. ഇനി അടുത്തത് നമ്മളെന്താണ് പറഞ്ഞത്? നമ്മളിനി അടുത്തെന്താ നോക്കേണ്ടത്? ഇതാണ് നമ്മുടെ ഗോൾ നോഡ്. എയോ ബിയോ നമ്മുടെ ഓപ്പൺ ലിസ്റ്റിലുള്ള ആരെങ്കിലും ഗോൾ നോഡാണോ നോക്കിക്കുകയും അല്ല, ഓപ്പൺ ലിസ്റ്റിലുള്ള രണ്ടുപേരും ഗോൾ നോഡല്ല. ഇനി അടുത്ത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്കിനി നോക്കേണ്ടത് ഇതിൻ്റെ ഫങ്ഷനാണ് അല്ലേ. h(n) ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലോവസ്റ്റ് h(n) ആർക്കാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എയിലും ബിയിലും ലോവസ്റ്റ് h(n) ബിക്കാണുള്ളത്. അപ്പം ഇനി എന്താണ് ചെയ്യേണ്ടത്? ബീനെ ഓപ്പൺ ലിസ്റ്റിൽ നിന്നും എടുത്ത് ബീനെ നമ്മൾ ക്ലോസ്ഡ് ലിസ്റ്റിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്തത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഇവിടെ വരെ വന്ന് നിൽക്കുവാണ്. ഓക്കെ, ഇവിടുന്ന് ഇവിടെ വരെ വന്ന് നിൽക്കുവാണ്. ഇനി അടുത്തത് എന്താണ്? ബീനെ ഞാൻ ക്ലോസ്ഡ് ലിസ്റ്റിലാക്കുമ്പോഴത്തേന് ബിയുടെ സക്സസേഴ്സിനെ ഞാൻ ഓപ്പൺ ലിസ്റ്റിലോട്ട് കയറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ എ, ഇ ആൻഡ് എഫ്, ഇങ്ങനെ എഴുതാം, EFA. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയുടെയും എഫിൻ്റെയും നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പം എഫിനാണ് h(n) കുറവുള്ളത്. ഇയുടെ എഫ് എന്നല്ല, എല്ലാവരുടെയും h(n) കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും എഫിനാണ് കുറവുള്ളത് അല്ലേ. അപ്പം കുറവുള്ളത് നമ്മൾ എടുക്കുവാണ്. അപ്പം എന്താണ് വരുന്നത്? E, A എന്നും വരും, S, B, F എന്നും വരും. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. അപ്പം ഇവിടെ വരെ നമ്മൾ എത്തി നിൽക്കുവാണ്. ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇനി എഫിൻ്റെ സിബ്ലിങ്സ് അല്ല, എഫിൻ്റെ ചിൽഡ്രൻ രണ്ടുപേരും നമ്മൾ കയറ്റുവാണ്. എങ്ങോട്ട്? ഓപ്പൺ ലിസ്റ്റിലോട്ട്. IGEA. ഓക്കെ, അപ്പം ഇതിങ്ങനെ ഞാൻ കയറ്റുമ്പോഴത്തേനും അടുത്തത് എന്താണ്? SBF തന്നെയാണല്ലേ കിടക്കുന്നത്. ഇനി ഇതിൽ നമ്മളുടെ h(n) കുറവുള്ളത് ആരാണ്? G ആണ്. G നമ്മളുടെ ഗോൾ നോഡുമാണ്. അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്? ഈ ജീനെ ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് അതിനെ ഞാൻ ക്ലോസ്ഡ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു പാത്ത് കിട്ടിയില്ല നമുക്ക്. S2, B2, F2, G. ഇങ്ങനെ നമുക്ക് എസ്സിൽ നിന്നും ജിയിലോട്ട് ഗോൾ നോഡിലോട്ട് എളുപ്പം എത്താനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്രീഡി സെർച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പം കാണുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് ആരാണോ അവരെ വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ h(n) അല്ലെങ്കിൽ g(n) ഫംഗ്ഷൻ മാത്രമേ നമുക്ക് ആവശ്യം വരും, അല്ലെങ്കിൽ h(n) ആണ് നമ്മൾ മെൻഷൻ ചെയ്യും, അതിനനുസരിച്ച് നമ്മൾ ചെയ്യത്തുള്ളൂ. ഇനി ഇതിൻ്റെ ഇത് കംപ്ലീറ്റ് ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. എന്തുകൊണ്ടാണ്? നമ്മളുടെ സ്റ്റേറ്റ് സ്പേസ് ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഒപ്റ്റിമൽ ആണോ? ഇത് ഒപ്റ്റിമൽ അല്ല. കാരണം അപ്പം കാണുന്ന നല്ല നല്ല കാര്യങ്ങൾ നോക്കിയിട്ടാണ് പോകുന്നത്. ചിലപ്പം മറ്റേ വഴി വന്നു എന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഹയർ വാല്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ലോവർ വാല്യൂ ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഒപ്റ്റിമലും അല്ല. ഇനി ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(BM) ആണ്. ഗ്രീഡി ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിൻ്റെ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റിയും O(BM) ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ BFS DFSനേക്കാളും ഇത് അഡ്വാൻറ്റേജ് ഉള്ളതാണ്. പക്ഷേ ഇടയിൽ വെച്ചിട്ട് സ്റ്റക്ക് ആവാനോ ഒപ്റ്റിമൽ ആവാത്ത കേസസൊക്കെ വരാം. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ആൽഗോരിതം യൂസ് ചെയ്യണം.